ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസിനെ തേജോവധം ചെയ്യുന്നതിനിടയ്ക്ക് പെങ്ങളൂട്ടിയായ ആദിലയെ എടുത്ത് കുടയുന്നുണ്ട് ലാലേട്ടൻ. ലാലേട്ടൻ ആദിലയോട് ചോദിക്കുന്നുണ്ട്, അന്നത്തെ ഗെയിമിനിടയ്ക്ക് ഷാനവാസ് അടിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് എന്ന്. ആദില പറയുന്നത്, ഞങ്ങൾ തമ്മിലൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അതുകൊണ്ടാണ്. ആ സമയത്ത് ഞാനൊന്ന് നോക്കി ലാലേട്ട എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഷാനവാസിന് മാത്രം എന്താണ് പ്രത്യേകത? എല്ലാവരും ഒരുപോലെയല്ലേ? നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ്, അല്ലാതെ ബ്രദർ സിസ്റ്റർ റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പലപ്പോഴായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്, എൻ്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ശക്തമായി പ്രതികരിക്കും എന്നാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പ്രതികരണവും കാണാതിരുന്നത് എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ആതിരയ്ക്ക് പ്രത്യേകിച്ചൊരു മറുപടി ഒന്നുമില്ലായിരുന്നു. പിന്നീട് എപ്പിസോഡിന് അവസാനം ആദില നൂറയോട് സംസാരിക്കുന്നുണ്ട്. ഇമോഷണൽ കണക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളിലും ഞാൻ ഷാനവാസിക്കയെ വിട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിൽ നിന്നും ഒഴിവാകാൻ ശ്രമിക്കുകയാണ് എന്ന് ആദില നൂറയോട് പറയുന്നുണ്ട്. അനുമോളടുത്ത് എനിക്ക് ഇമോഷണൽ കണക്ഷൻ ഉള്ളത് ഒരു ഭാരമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ ഷാനവാസിക്കയോടുള്ള ഒരു ബന്ധം എനിക്ക് ഭാരമായിട്ട് തോന്നുന്നുണ്ട്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ്, അല്ലാതെ ബ്രദർ സിസ്റ്റർ ഗെയിം കളിക്കാനൊന്നും അല്ല. നിലപാട് കാണിക്കണം, സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഗെയിം കളിക്കണം, അഭിപ്രായങ്ങൾ തുറന്നു പറയണം. അല്ലാതെ ഇനി എനിക്ക് വയ്യ, ഞാൻ എല്ലാം വിട്ടെറിഞ്ഞ് പോവുകയാണ്, എനിക്കിനി ഒന്നിനും വയ്യ എന്ന് ആദില നൂറയോട് പറയുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോയാലും നീ നല്ലോണം കളിക്കണമെന്ന് നൂറയോട് പറയുന്നുണ്ട്. നൂറ ഇതെല്ലാം ഒരു തലകുനിച്ച് നിന്നിട്ട് കേൾക്കുന്നത് പോലെയാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. എന്തായാലും ഇനി മുന്നോട്ട്, ഇനി ഉള്ള എപ്പിസോഡുകളിൽ മുന്നോട്ട് ഷാനവാസും ആതിരയും എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് എപ്പിസോഡുകളിൽ കണ്ടറിയാം. കാരണം അവർ ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഗെയിം നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ട് തന്നെ അറിയണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.